ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മാളിൽ നിന്ന് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഓഫീസ് വർക്കുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഓഫീസ് വർക്ക് അല്ലെങ്കിൽ ടൈപ്പിംഗ് ജോബൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡിറ്റോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു ക്ലിപ്പ് ബോർഡാണ്. അതായത് നമ്മൾ ഓരോ തവണ കോപ്പി ചെയ്യുന്ന ഇമേജുകളും ഫോട്ടോകളും അതുപോലെ തന്നെ ഇമേജുകളും ടെക്സ്റ്റുകളും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. നമ്മളിപ്പം എന്നൊരു കാര്യം കൺട്രോൾ-C അടിച്ച് കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് ബോർഡ് മെമ്മറിയിൽ സേവ് ആയിരിക്കും. പിന്നീട് കൺട്രോൾ-V അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് പേസ്റ്റായി കിട്ടും. അപ്പം വിൻഡോസ് തന്നെ ഒരു മൾട്ടിപ്പിൾ ക്ലിപ്പ് ബോർഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വിൻഡോസ് കീയും വിയും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ ഇതുവരെയും വിൻഡോസ് കീയും വിയും പ്രസ് ചെയ്ത് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് ഫസ്റ്റ് ടൈം പ്രസ് ചെയ്യുമ്പോൾ ആക്ടിവേഷൻ ചെയ്യണോ എന്നുള്ളൊരു കാര്യം ചോദിക്കും. അപ്പം നിങ്ങൾ എസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്ടിവേഷനായിട്ട് കിട്ടും. ഈ കാര്യം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കാണുന്നതാണ് അതിൻ്റെ ഇമേജ്. ഇതാണ് നമ്മുടെ വിൻഡോസിൻ്റെ മൾട്ടിപ്പിൾ ക്ലിപ്പ് ബോർഡ് എന്നുള്ളതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇമേജുകൾ കോപ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റുകളും കോപ്പി ആയിട്ട് വരും. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് ഒരു 10-15 ടെക്സ്റ്റുകൾ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കിയാൽ പോലും ആ ടെക്സ്റ്റൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ അത്രയും ഫംഗ്ഷൻസ് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളല്ലാതെ കോപ്പി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്യാവുന്നതായിരിക്കും. ഒരു നിശ്ചിത ലിമിറ്റ് കഴിയുമ്പോൾ പിന്നീട് ആ പഴയ കോപ്പി ചെയ്ത് വെച്ച സാധനങ്ങൾ, പിൻ ചെയ്ത് വെച്ച സാധനങ്ങൾ ഒഴിവേ ബാക്കിയുള്ള കോപ്പി ചെയ്ത കാര്യങ്ങളൊക്കെ പഴയത് ഡിലീറ്റ് ആയിട്ട് പുതിയത് മാത്രം സ്റ്റോർ ആയി വരും. കമ്പ്യൂട്ടർ ഓഫാക്കി ഓണാക്കുമ്പോൾ ഈ എന്താ പറയുക, ഇതിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ച ടെക്സ്റ്റുകളല്ലാത്ത മറ്റുള്ള ടെക്സ്റ്റുകളൊക്കെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. ഡിറ്റോ എന്നാണ് ഇതിൻ്റെ പേര്. ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. നമ്മൾക്ക് ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് കാണാം. ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും താഴെത്തായിട്ട് ഇങ്ങനത്തെ ഒരു ചിഹ്നം വന്ന് കിടക്കും. ഇത് കമ്പ്യൂട്ടർ ഓണാക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയർ. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കാം. അത് നമ്മൾക്ക് ഞാൻ ഇതിൽ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ പേര് ഡിറ്റോ എന്നാണ്. അപ്പം ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ഡിറ്റോ ക്ലിപ്പ് ബോർഡ് എന്ന് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു സൈറ്റ് കാണാം. അപ്പം ഇത് ഫ്രീ ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണില്ലേ, ഇതാണ് ലോഗോ. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ടാവും. 64 ബിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, ഇത് നമുക്ക് വിൻഡോസിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ വിൻഡോസിൽ ഇതാണ് ഡിറ്റോ. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഫയൽ ഡൗൺലോഡ് ആയി കിട്ടുന്നതാണ്. ഉണ്ടല്ലേ, ഡൗൺലോഡ് ആയിട്ടുണ്ട്. 5 MB ഉള്ളൂ. ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ മിനിമൈസ് ആയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഒന്ന് കിടക്കുന്നതാണ് ഡിറ്റോ എന്നുള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യും, ആ സോഫ്റ്റ്വെയർ കിട്ടും. ഇതാണ് ആള്. ഇത്രയേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്. ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ആശാൻ. ഇത്ര കാണുള്ളത്. അപ്പോൾ നമ്മൾക്കിവിടെ നമ്മൾ മുമ്പ് കോപ്പി ചെയ്യുന്നത്, ഇതിപ്പം PSCയുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതുകൊണ്ടാണ് കുറേ പേരുകളൊക്കെ കാണുന്നത്. കാരണം ഇവിടെ ഓപ്ഷൻസ് കാണാം, കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾക്ക് എത്ര വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മൾക്ക് 2000 വേണമെങ്കിൽ 2000, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മളിപ്പം ഓരോ തവണ ഓരോ ഫയൽ കോപ്പി ചെയ്യുമ്പോഴും ഇവിടെ അത് വരും. ടെക്സ്റ്റ് ആണെങ്കിൽ ടെക്സ്റ്റ് വരും. അപ്പോൾ നമ്മൾക്കത് എത്ര വേണമെങ്കിലും ഇത് വെക്കാം. നമ്മൾ നേരെ മറിച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിവിടെ Shift-V അടിക്കുകയാണെങ്കിൽ വിൻഡോസിൻ്റെ ക്ലിപ്പ് ബോർഡ് ഇവിടെ വരും. അതിപ്പോൾ ആ ഫയൽ ഉണ്ടെങ്കിൽ അത് അവിടെ വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ അടിക്കാം. ഓക്കെ, നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ കുറച്ച് ടെക്സ്റ്റ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാനിപ്പം ഈ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഇതൊക്കെ ഞാൻ പിൻ ചെയ്ത് വെച്ച കമൻറ്റാണ്. ഇതൊന്നും ഒരിക്കലും ഡിലീറ്റ് ആയി പോകില്ല. നേരെ മറിച്ച് നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ ഓഫ് ആക്കിയിട്ട് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ ക്ലിയർ ഓൾ കൊടുക്കാം. ഓക്കെ, കണ്ടില്ലേ, ഈ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാവും. ബാക്കിയെല്ലാം ഡിലീറ്റ് ആയി പോകും. നേരെ മറിച്ച് ഡിറ്റോയിലാണെങ്കിൽ അങ്ങനെയല്ല. ഒരിക്കലും അങ്ങനെയല്ല. നമ്മൾക്കിവിടെ ഞാനിവിടെ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിരിക്കുന്നത് Shift-V ആണ്. അധിക പേരും Shift-V കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞത് കാരണം വെച്ചാൽ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലായിട്ട് ക്യാപ്സ് ലോക്ക് തന്നെയാണ് ഉപയോഗിക്കുക. പണ്ട് മുതലേ അങ്ങനെ ശീലിച്ചുകൊണ്ട് ക്യാപ്സ് ലോക്ക് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ടൈപ്പിംഗ് പഠിച്ച ആൾക്കാർ ക്യാപിറ്റൽ ലെറ്റർ പെട്ടെന്നൊരു ആവശ്യത്തിന് ഇപ്പോൾ പേരൊക്കെ ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ വരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പിടിച്ചിട്ട്
ടൈപ്പ് ചെയ്യും. അപ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ അല്ലെങ്കിൽ ഷിഫ്റ്റ് എത്ര സമയം പ്രസ് ചെയ്ത് പിടിക്കുന്നോ അത്രയും സമയം നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ സ്മോളോ അല്ലെങ്കിൽ ലാർജോ അല്ലെങ്കിൽ എന്താ പറയുക സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം അതാണ് കാര്യം. അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് ഇതിൽ സെർച്ച് ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. പിന്നെ വരുന്ന ഒരു ഓപ്ഷൻസ് നമുക്ക് ഇതൊക്കെ ഗ്രൂപ്പ്സ് ആക്കാൻ വേണ്ടി പറ്റും. ഇവിടെ കണ്ടില്ലേ ന്യൂ ഗ്രൂപ്പ്, ഇവിടെ ന്യൂ ഗ്രൂപ്പ് കൊടുക്കാം നമുക്ക്. ഇവിടെ ഇപ്പം നിലവിൽ എൻ്റെ ഗ്രൂപ്പുകളാണ് ഉള്ളത്. ഞാൻ ഈ PSC യൂട്യൂബ് ചാനലൊക്കെ ആയതുകൊണ്ട് അതിൻ്റേതായ ഗ്രൂപ്പുകളാണ് ഇവിടെ ഉള്ളത്. കാണിച്ചു തരാം. ഗ്രൂപ്പ്സ്, ഈ ഗ്രൂപ്പ്സ് കണ്ടില്ലേ, നമ്മൾക്ക് ഓരോന്നിലും എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം ഓരോ ഗ്രൂപ്പ് തുറക്കുമ്പോഴും അതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ്, ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ സേവ് ആയിട്ടുണ്ടാവും. ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര വേണമെങ്കിലും കോപ്പി ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ ഇതുപോലെ എവിടെയെങ്കിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതെടുക്കാം. നമ്മൾക്ക് ഏതെങ്കിലും ഒരു കീ അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൺട്രോള് V ആണ് പേസ്റ്റിന്, അപ്പോൾ അത് പറ്റില്ല. പിന്നെ ഷിഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കീ വെച്ചിട്ട് ഇത് ഏതെങ്കിലും ഒരു ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാം. പിന്നെ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾക്ക് ഒരുപാട് ആവശ്യമില്ല ടെക്സ്റ്റുകളൊക്കെ നമ്മൾക്ക് ഇതിൽ സേവ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് ഇപ്പം ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് ഒരു ന്യൂ ഗ്രൂപ്പ് കൊടുത്ത് ഗ്രൂപ്പ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എക്സാമ്പിളിന് ഇവിടെ ഈ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തു. ഓക്കെ, ആ ഒരു ടെക്സ്റ്റ് കോപ്പി ചെയ്തിട്ട് നമ്മൾക്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. അപ്പം ഇവിടെ നോർമലായിട്ട് പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരാം അല്ലേ. നമ്മൾ എന്താണ് കോപ്പി ചെയ്തത് തന്നെ പേസ്റ്റ് ആവും. രണ്ടാമത് രീതിയിൽ പേസ്റ്റ് ചെയ്യാം. ഈ ഒരു നമ്മൾ എവിടെയാണ് വെച്ചാൽ അവിടെ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാം. അത് നമ്മൾക്ക് അസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഷോർട്ട് കട്ട് കീ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് വരും. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അതിൽ നമ്മൾക്ക് ഇവിടെ സ്പെഷ്യൽ പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാം. അതിലുണ്ട് പ്ലെയിൻ ടെക്സ്റ്റ് ഓൺലി. അതായത് നമ്മൾ ചില സമയത്ത് വെബ്സൈറ്റിൽ നിന്നൊക്കെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും CS മാർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി കളയാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ അപ്പർ കേസ് ഉണ്ട്, ലോവർ കേസ് ഉണ്ട്, ക്യാപിറ്റലൈസ് കേസ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ അപ്പർ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ അതെല്ലാം ക്യാപിറ്റൽ ലെറ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പം നിലവിൽ ക്യാപിറ്റൽ ലെറ്ററിലൊരു സംഭവം നമ്മൾ കോപ്പി ചെയ്തു, ഇവിടെ അത് വന്നു. നമുക്കത് മൊത്തം സ്മോളിൽ വേണമെങ്കിൽ സ്പെഷ്യൽ പേസ്റ്റ് എടുക്കുക. അവിടെ നമ്മൾ സ്മോൾ കൊടുത്തു, മൊത്തം സ്മോളായി. ഇനി അങ്ങനെയല്ല, നമ്മൾക്ക് എന്താ പറയുക, ഇപ്പം എല്ലാ വാക്കിൻ്റെയും ആദ്യത്തെ അക്ഷരം മാത്രം നമ്മൾ ക്യാപിറ്റലിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതങ്ങനെ ചെയ്യാം. സ്പെഷ്യൽ പേസ്റ്റ് എടുക്കുക, അതിൽ ക്യാപിറ്റലൈസ് കേസ് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ എല്ലാത്തിൻ്റെയും ഫസ്റ്റത്തെ ലെറ്റർ മാത്രം അങ്ങനെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. നിങ്ങൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ഞാനിപ്പം എല്ലാത്തിനും ഒരു കീ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ എൻ്റെ കീബോർഡിൽ ഇൻസേർട്ട് അടിച്ചു കഴിഞ്ഞാൽ അത് ഇതുപോലെ ക്യാപിറ്റൽ കേസായിട്ട് വരും. അതല്ലാതെ ഞാൻ എൻ്റെ കീബോർഡിൽ പേജ് ഡൗൺ ആണ് ഇവിടെ പ്രസ് ചെയ്യുന്നത്, അപ്പോൾ എല്ലാം സ്മോൾ ലെറ്റർ വരും. അങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള കേസ് സെറ്റ് ചെയ്യാം. ഇത് ഇതിൽ മാത്രമല്ല, കമ്പ്യൂട്ടറിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് നടക്കും. ഓക്കെ, അതായത് നമ്മളെ ഇപ്പം എന്താ പറയുക, വേർഡിലായാലും എക്സലിലായാലും എവിടെ വേണമെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. നമ്മൾക്ക് ഇന്ന സ്ഥലം അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഞാനിപ്പം വേർഡ് നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇത് കാണിക്കാൻ പറ്റാത്തത്. എവിടെ വേണമെങ്കിലും നമുക്ക് കണ്ടില്ലേ ഇത് ഉപയോഗപ്പെടും. അപ്പം നമ്മൾക്ക് എത്ര ടെക്സ്റ്റ് വേണമെങ്കിൽ ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതിൻ്റെയൊക്കെ സെറ്റിങ്സ് ഉണ്ട് ഇതിൽ. നമ്മളതനുസരിച്ചിട്ട് കോൺഫിഗർ ചെയ്താൽ മാത്രം മതി. ഓപ്ഷൻസ്, അതിൻ്റെ സെറ്റിങ്സിൽ പോവുക, ഓപ്ഷൻസിൽ പോവുക. ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഓരോന്നും ഇത് ഷോർട്ട് കട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിപ്പം കൊടുത്തിട്ടുള്ളത് ഈ ആക്ടിവേറ്റ് ഡിറ്റോ എന്നുള്ളതിൻ്റെ ഷോർട്ട് കട്ട് കൊടുത്തിരിക്കുന്നത് Shift V ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീ വേറെ എന്തെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എത്ര കോപ്പി വേണമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ സപ്പോർട്ടായിട്ടുള്ള ടൈപ്പ് ഇത് മാത്രമല്ല, നമ്മൾക്കിപ്പം നിലവിൽ നമ്മൾ ഇതിൻ്റെ ഒരു ഉപയോഗം ഞാൻ കാണിച്ചു തരാം. നമ്മൾ പിക്ചറിലേക്ക് വന്നു. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പിക്ചർ ഇവിടെ കോപ്പി കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാണ്. ഇപ്പം ഡാവിഞ്ചി റിസോൾവ് എന്ന് പറയുന്ന എൻ്റെ വീഡിയോ എഡിറ്റർ ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ആ വീഡിയോ എഡിറ്റർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾക്ക് ഇവിടെ ഇപ്പം ഈ ടൈം ലൈനിലേക്ക് അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ കോപ്പിയുടെ ഫയൽ നോട്ട് കാണിക്കും. അത് ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കൊടുത്ത് ഞാൻ കണ്ടില്ലേ, ആശ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു തരത്തിൽ നമുക്ക് എളുപ്പത്തിൽ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇങ്ങനെ കുറച്ച് ഉപയോഗമുണ്ട് ഇതിൽ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക് ഇപ്പം ഇവിടെ ഇതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ നടക്കും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. നമ്മൾക്ക് ടെക്സ്റ്റോ എന്ത് വീഡിയോ ഏത് ഫയലും വേണമെങ്കിൽ നമുക്ക് ഇതിൽ കോപ്പി ചെയ്ത് വെക്കാം. അപ്പം അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇപ്പം ട്രോളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊക്കെ ആ ട്രോളിൻ്റെ പേരൊക്കെ കൊടുത്തിട്ട് ഇവിടെ നമ്മൾക്ക് ഫയൽ സെറ്റ് ചെയ്യാം. സോ നമ്മൾക്ക് ഏതാണ് വേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ ഷിഫ്റ്റ് വി അടിക്കുക, അതിൽ നിന്ന് ഫയൽ എടുക്കുക, ഇവിടെ പുറത്തിട്ട് കൊടുക്കുക. ഓക്കെ, ഇത്രയേ വേണ്ടൂ, സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പം അത്തരത്തിൽ ഒരുപാട് ഉപകാരമുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി പറ്റും, കോപ്പി ചെയ്ത് എടുക്കാൻ വേണ്ടി. ഇപ്പം ഇവിടെ 3 വരി നമ്മൾ കോപ്പി ചെയ്യണം. ഇത് 3 വരി നമ്മൾ 3 സ്ഥലത്ത് നിന്ന് കോപ്പി ചെയ്തെടുത്തു. ഓക്കെ, ഇനിയിപ്പം നമ്മൾ എല്ലാം കൂട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇവിടെ പേസ്റ്റ് ചെയ്യാണ് മേടിച്ചു. ഇവിടെ പേസ്റ്റ് ചെയ്യാണ്. നമ്മൾക്ക് ഇവിടെ 1 2 3 സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് 1 2 3 ആ വരി ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഉപയോഗം ഈ ഒരു സോഫ്റ്റ്വെയറിനുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ പോലെ തന്നെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. അഡ്മിനിസ്ട്രേഷൻ പവർ ചിലപ്പോൾ ചോദിക്കാം, എസ് കൊടുക്കുക, ഇൻസ്റ്റാൾ ചെയ്യാം. നമ്മൾ ഇൻസ്റ്റാൾ ആക്കുന്നു. അപ്പം നമ്മുടെ വിൻഡോസിൻ്റെ അതിൽ വന്ന് കിടക്കും ഡിറ്റോ എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ, ഈ ആപ്പ് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ കൊടുക്കുമ്പോൾ ഇതിപ്പോൾ മിനിമൈസ് ആയിട്ട് തന്നെ കിടക്കാം, കാരണം ഇതിന് എല്ലാതൊരു ആപ്ലിക്കേഷൻ ഇല്ല. ഇത് തന്നെയാണ് ഇതിൻ്റെ ആപ്പ് എന്ന് പറയുന്നത്. ഇത് ഇവിടെ വലിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് ബാക്കി എല്ലാ സെറ്റപ്പും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിറ്റോ സോഫ്റ്റ്വെയർ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ സോഫ്റ്റ്വെയർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞാൻ ഇത്തരത്തിൽ വീഡിയോ ചെയ്യാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ഇത്തരത്തിൽ പുതിയ പുതിയ വീഡിയോസുകൾ വരുത്തി പോകുമ്പോഴായിരിക്കും നമ്മൾക്ക് ലൈഫിൽ തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന ചില അറിവുകളും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ലഭിക്കുക. അപ്പം അത്തരത്തിൽ എനിക്ക് വളരെ വൈകിട്ടാണ് ഈ ഒരു ഡിറ്റോ സോഫ്റ്റ്വെയർ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് ഇത് ഉപയോഗിക്കുന്ന മറ്റുള്ളവർക്ക് എനിക്കറിയാം, എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് പണ്ട് കോപ്പി ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ. അതെനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടൊരു കാര്യമാണ്. ഇതിലാണ് നമ്മൾ ഗ്രൂപ്പൊക്കെ ആക്കിയിട്ട് ഒരു ടെക്സ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം വളരെയധികം ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള ഓരോ അപ്ലിക്കേഷൻസും നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക വീഡിയോസിലൂടെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ നമ്മുടെ മലയാളത്തിൽ ഇത്തരത്തിൽ പറഞ്ഞു തരുന്ന വീഡിയോസുകൾ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇത്തരം വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെയായിട്ട് എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.